ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ എലിയറ്റ് വേവ് തിയറി എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് ഈ തിയറി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ട്രേഡ് ചെയ്യുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു തിയറി ആയിരിക്കും. അതായത് ആ ട്രേഡിൻ്റെ ഒരു സ്റ്റോക്കിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് കാണിക്കുന്ന ആ ഒരു ട്രെൻഡ് കാണിക്കുന്ന ഒരു പഴയ തിയറിയാണ് കേട്ടോ. പക്ഷേ അത് കറക്റ്റ് ഇതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്തായാലും ഒരു പരിധി വരെ ഒരു ആവറേജ് ആയിട്ട് ഒരു സ്റ്റോക്കിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ എങ്ങനെ വരുന്നു എന്നുള്ള ഒരു ട്രെൻഡ് കാണിക്കുന്ന ഒരു തിയറിയാണിത്. നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കാം. എലിയറ്റ് വേവ് തിയറി. ഈ തിയറി എന്ന് പറയുന്നത് ട്രേഡൊക്കെ ചെയ്യുന്നവർക്ക്, ഷെയർ മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്യുന്നവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി ആയിരിക്കും. അവർക്ക് എന്തായാലും അത് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതായത് ഇതൊരു ബേസിക് ആയിട്ടുള്ള തിയറിയാണ്. അത് എലിയറ്റ് വേവ് തിയറി ഈസ് എ മെത്തേഡ് ഓഫ് ടെക്നിക്കൽ അനലൈസിസ്. ഇത് ടെക്നിക്കൽ അനലൈസിസ് ആണ്. ഇപ്പം മാർക്കറ്റ് എത്ര ഹൈ പോവും, ലോ പോവും എന്നൊക്കെയുള്ള ടെക്നിക്കൽ അനലൈസിസ് ആണ്. യൂസ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഫോർകാസ്റ്റ് മൂവ്മെന്റ് ഇൻ സ്റ്റോക്കിലെ മൂവ്മെന്റുകൾ മനസ്സിലാക്കാനും അത് പ്രവചിക്കാനും. ഓക്കെ, അത് മാത്രമല്ല കറൻസി, കമ്മോഡിറ്റി ആൻഡ് അതർ ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഈ ട്രെൻഡുകളൊക്കെ പ്രവചിക്കാനും അത് മനസ്സിലാക്കാനും ഉപയോഗിക്കുന്ന ഒരു തിയറിയാണ് ഇത്. ഈ തിയറി ഡെവലപ്പ് ചെയ്തത് റാൾഫ് നെൽസൺ എലിയറ്റ് എന്നൊരു എക്കണോമിസ്റ്റ് ആണ്. 1930കളിലാണ് ഡെവലപ്പ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇദ്ദേഹം ആർഗ്യൂ ചെയ്യുന്നത് ഇപ്പോൾ ഒരു മാർക്കറ്റിലുണ്ടാകുന്ന ആ ഒരു സ്റ്റോക്കിന്റെ വില എന്ന് പറയുന്നത് അത് ഒരു റാൻഡമായിട്ട് മൂവ് ചെയ്യുന്നതല്ല, പക്ഷേ ഇത് നമുക്ക് പ്രവചിക്കാൻ കഴിയുമെന്നാണ് ഇദ്ദേഹത്തിന്റെ തിയറി പ്രകാരം പറയുന്നത്. അതിന് പകരം ഇത് എങ്ങനെയാണ്, ദേ ടെൻഡ് ടു മൂവ് ഇൻ റിപ്പീറ്റിംഗ് വേവ് പാറ്റേൺസ്. അതായത് ഒരുപോലെ റിപ്പീറ്റ് ചെയ്യണം. അപ്പം അടുത്ത തവണ റിപ്പീറ്റ് ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് നമുക്കത് കണ്ടുപിടിക്കാം എവിടെ അത് എത്ര ഹൈ പോകും, ലോ പോകും എന്നൊക്കെ. ഓക്കെ, ബിക്കോസ് ഓഫ് ചേഞ്ചസ് ഇൻ ഇൻവെസ്റ്റർ സൈക്കോളജി. അത് നിക്ഷേപിക്കുന്നവരില്ല, അപ്പം സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നവർക്ക് ഒരു സൈക്കോളജി ഉണ്ട്. അതനുസരിച്ച് അവരുടെ ഓപ്റ്റിമിസം, അത് അവർ ആ ഷെയറിൽ വിശ്വാസം അർപ്പിക്കുന്ന എന്നുള്ള ഇത് വെച്ച് അവരുടെ ഗ്രീഡ് കൊണ്ട് കുറച്ച് അധികം ഷെയർ വാങ്ങുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യും. കൂടുതൽ ലാഭം കിട്ടുന്നതിനായിട്ട്. പിന്നെ പേടി കൊണ്ട് പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിലെ വേരിയേഷൻസ് ഉണ്ടാവും, ബൈ സെയിലൊക്കെ നടക്കും. പെസിമിസം, അത് സ്റ്റോക്കിനോടുള്ള വിശ്വാസക്കുറവ് കൊണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് ഇദ്ദേഹം പറയുന്നത്. ഈ മാർക്കറ്റിലുണ്ടാവുന്ന സ്റ്റോക്കിനുണ്ടാകുന്ന ഈ വേവിന് ഇദ്ദേഹം ഒരു ബേസിക് 5-3 പാറ്റേൺ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതായത് എ കംപ്ലീറ്റ് മാർക്കറ്റ് സൈക്കിൾ ജനറലി കൺസിസ്റ്റ് ഓഫ് 5 ഇമ്പൾസീവ് വേവ്, 5 ഇമ്പൾസീവ് വേവും ഒരു 3 കറക്റ്റീവ് വേവും ഉണ്ടാവും. ഇതൊക്കെയാണ് ഞാൻ പിക്ചർ കാണിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്ന പോലെയാണ് മൂവ്മെന്റ് ഉണ്ടാകുന്നതാണ് അദ്ദേഹം പറയുന്നത്. ഇമ്പൾസീവ് മൂവ് എന്ന് പറയുന്നത് അപ്വേർഡ് ആണ്. ഇപ്പം 1, 2, 3, 4, 5 എന്ന നമ്പർ ഇട്ടേക്കുന്നില്ലേ, ഇതിപ്പം അപ്പൊ രണ്ടെന്ന നമ്പർ ഇപ്പൊ 1 to 2 എന്ന് പറയുന്ന ഒരു ഡൗൺവേർഡ് ആണ്. എന്നാലും ഒരു ഓവറാൾ വരുമ്പോഴത്തേക്ക് 1 to 5 നോക്കിക്കഴിഞ്ഞാൽ ഒരു അപ്വേർഡ് മൂവ്മെന്റ് ആണ് ലോങ് ആരോ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഇമ്പൾസീവ് വേവുകളാണ്. എന്നാൽ കറക്റ്റീവ് മൂവ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് മൂവ്മെന്റ് ആണ്. ഇപ്പം കറക്റ്റീവ് മൂവ്മെന്റിലും ഒരു അപ്വേർഡ് എ ടു ബി ആ ഒരു പോർഷൻ നോക്കുമ്പോഴത്തേക്ക് മുകളിലോട്ടുണ്ട്, എന്നാലും ഒരു ഓവറാൾ നോക്കുമ്പോഴത്തേക്ക് അതൊരു താഴേക്കുള്ള ഒരു മൂവ്മെന്റ് ആണ് ഇത് വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഇമ്പൾസീവ് മൂവും കറക്റ്റീവ് മൂവും വരുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി നമുക്ക് ഈ 5 ഇമ്പൾസീവ് വേവ്സ് അതിന്റെ സ്വഭാവമൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പം ഈ വേവുകൾ മൂവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ മെയിൻ ട്രെൻഡ്. ഇപ്പം മെയിൻ ട്രെൻഡ്, ഇപ്പം മാർക്കറ്റ് ബൈയിങ് ട്രെൻഡ് ആണോ സെല്ലിംഗ് ട്രെൻഡ് ആണോ, ആ ട്രെൻഡിനനുസരിച്ചാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഇപ്പം വേവ് 1 എന്ന് പറയുന്നത് ഇനിഷ്യൽ റൈസ് ആണ്. നേരത്തെ പിക്ചർ കണ്ടില്ലേ, ഇനിഷ്യൽ റൈസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്ക് മേടിക്കാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജാണ്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ മാർക്കറ്റ് മേ നോട്ട് യെറ്റ് റെക്കഗ്നൈസ് ദ ന്യൂ ട്രെൻഡ്. മാർക്കറ്റിൽ മറ്റു പല ആൾക്കാരിലേക്ക് ഈ ട്രെൻഡ് എത്തുന്നില്ല, അങ്ങനൊരു സ്റ്റേജാണ്. ഓക്കെ, ഇനി അടുത്ത വേവ് 2 എന്ന് പറയുന്നത് കറക്ഷൻ പോർഷനാണ് വരുന്നത്. അപ്പോഴത്തേക്ക് സം ഇൻവെസ്റ്റേഴ്സ് ടേക്ക് പ്രോഫിറ്റ്. അതായത് പ്രോഫിറ്റ് എടുക്കുന്ന വെച്ചാൽ അവർ ആ ഷെയർ വിൽക്കുമ്പോഴാണല്ലോ പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ അവിടെ കുറച്ച് സെല്ല് കിടക്കും അല്ലേ. ആ വേവ്, ആ രണ്ടാമത്തെ വേവ് ഒന്നും ചെറുതായിട്ട് താഴോട്ട് പോകുന്നത്. ഇപ്പോൾ കോസിങ് പ്രൈസസ് ടു ഫാൾ. ഇപ്പം വില കുറയാൻ തുടങ്ങി. ഓക്കെ, ഷെയറുകൾ സെൽ ഔട്ട് ആകുമ്പോഴത്തേക്ക് അതിന്റെ വില കുറയും. ഹൗവർ ദ ഡിക്ലൈൻ നോർമലി ഡസ് നോട്ട് കംപ്ലീറ്റ്ലി ഇറേസ് വേവ് 1. ആ വേവ് 1നെ പൂർണ്ണമായിട്ട് ഇറേസ് ചെയ്യുന്നില്ല. ഓക്കെ, അടുത്ത സെക്ഷനിൽ അത് മേലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അടുത്ത് പറഞ്ഞ വേവ് 3 ആണ്. ഈ വേവ് 3 സ്ട്രോങ് റൈസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ആ കാര്യം വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് വരുന്ന ഈ സ്റ്റേജിലാണ്. അവർ റെക്കഗ്നൈസ് ചെയ്യും. അതായത് ഈ നേരത്തെ പറഞ്ഞില്ലേ, കുറച്ച് ആൾക്കാർ ട്രെൻഡ് റെക്കഗ്നൈസ് ചെയ്യാതെ പോകുന്നു, അവരും കൂടെ ഐഡന്റിഫൈ ചെയ്യുന്ന സ്റ്റേജാണിത്. അപ്പം ഇത് ദിസ് ഓഫൺ ദ സ്ട്രോങ്ങസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ് വേവ്. നമ്മൾ ചിത്രത്തിൽ കാണാം, ലോങ്ങസ്റ്റ് വേവ് ഇതാണ്. വേവ് 4 എന്ന് വെച്ചാൽ കറക്ഷനാണ്. ഈ 3യുടെ കറക്ഷൻ, അതായത് ഇൻവെസ്റ്റേഴ്സ് നേരത്തെ 1 നിന്ന് 2 പോയപ്പോഴത്തേക്ക് ഇൻവെസ്റ്റേഴ്സ് ഇത് പ്രോഫിറ്റ് എടുത്തില്ലേ, അതുപോലെ ഇത് ഇൻവെസ്റ്റേഴ്സ് ഷെയർ വിറ്റുകൊണ്ട് പ്രോഫിറ്റ് എടുക്കുന്ന സ്റ്റേജാണ്. ഇപ്പോൾ ക്രോസിങ് അനദർ ടെമ്പററി ഡിക്ലൈൻ. അപ്പോൾ
താൽക്കാലികമായിട്ടൊരു ഡിക്ലൈൻ അവിടെ കാണാം, നിങ്ങൾ ചിത്രത്തിൽ കണ്ടായിരുന്നു. ഇനി വേവ് 5, അത് ഫൈനൽ റൈസ്, ഏറ്റവും ഉയരത്തിലെത്തുന്ന ഈ വേവിലാണ്. അതായത് ദ മാർക്കറ്റ് റീച്ചസ് എ ന്യൂ ഹൈ ഓഫൺ അക്കമ്പനീഡ് ബൈ സ്ട്രോങ് ഓപ്റ്റിമിസം. അത് എല്ലാ ആൾക്കാർക്കും ഒരു നല്ല ശക്തമായിട്ടൊരു ഓപ്റ്റിമിസം, ആ ഷെയറിൻ്റെ ഒരു വിശ്വാസം വരുന്നൊരു സമയമാണിത്. അപ്പം ദ അപ്വേർഡ് ട്രെൻഡ് മേ ദെൻ ബി ഫോളോഡ് ബൈ എ ലാർജർ കറക്ഷൻ. പിന്നെയാണ് ആ 3 ABC എന്നുള്ള ആ ഒരു കറക്ഷൻ വേവ് വരുന്നത്. ഇനി നമുക്ക് 3 കറക്റ്റീവ് വേവ്സ് നോക്കാം. അതായത് ആഫ്റ്റർ ദ 5 അപ്വേർഡ് വേവ്സ്, ഞാൻ പറയാം, അത് ആദ്യത്തെ 5 അപ്വേർഡ് വേവ് കഴിഞ്ഞിട്ടാണ് ഈ കറക്റ്റീവ് വേവ് വരുന്നത്. ഓക്കെ, അത് ABC. ഫസ്റ്റ് എ, പിന്നെ എയിൽ നിന്ന് ബിയിലേക്ക്, ബിയിൽ നിന്ന് സിയിലേക്ക്. അപ്പോൾ വേവ് എ എന്ന് പറയുന്നത് പ്രൈസസ് ഡിക്ലൈൻ, പ്രൈസ് കുറയാൻ തുടങ്ങുന്നൊരു സ്റ്റേജാണ്. അതൊരു സ്റ്റോക്ക് ഇടിഞ്ഞു പോകുന്ന ഒരു സ്റ്റേജാണ് കേട്ടോ. പിന്നീട് വേവ് ബി എന്ന് പറയുന്നത് പ്രൈസസ് ടെമ്പററിലി റിക്കവർ, താൽക്കാലികമായിട്ട് ആ അതിൽ റിക്കവറായി, എന്നാലും അത് പ്രൈസ് ഒരു ഡിക്ലൈൻ ട്രെൻഡിലായിരിക്കും ഉള്ളത്, ചിത്രത്തിൽ കണ്ട പോലെ. വേവ് സി എന്ന് പറയുന്നത് പ്രൈസസ് ഡിക്ലൈൻ എഗെയിൻ പ്രൈസ് കുറയുന്നു, കംപ്ലീറ്റിംഗ് ദ കറക്ഷൻ, ഈ കറക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു സ്റ്റേജാണ് ഇതിലുള്ളത്. അപ്പം അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ 1, 2, 3, 4, 5 കഴിഞ്ഞിട്ട് പിന്നെ കറക്ഷൻ വേവ് ABC, ഈ ഒരു ട്രെൻഡിലാണ് പോകണമെന്നാണ് ഈ എലിയറ്റ് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സ്റ്റോക്ക് 100-ൽ നിന്ന് 120 കൂടി, 120 110, മനസ്സിലായില്ലേ, 110 പിന്നെ 150ലേക്കാണ് പോണത്. ഓക്കെ, അപ്പം ആ ഒരു വ്യത്യാസം നോക്കുക. പിന്നെ 150, 140, 140, 165 ഏറ്റവും പീക്ക്. അപ്പം 100 അങ്ങേറ്റം ഇങ്ങേറ്റം നോക്കുക, 100, 165. അപ്പം ഇത് നമ്മൾ വേവായിട്ട് ഷിഫ്റ്റ് കഴിഞ്ഞാൽ ഈ 100 നിന്ന് 120ലേക്കുള്ള വേവ് 1, 120 110ലേക്കുള്ളത് അവർ കുറവ് വരുന്നില്ല, വേവ് 2. പിന്നെ വീണ്ടും ഒറ്റയടി കയറുകയാണ് 110 150ലേക്കുള്ള വേവ് 3. പിന്നെ 150 നിന്ന് 140ലേക്ക് ഒരു കുറച്ച് കുറവ് വരുന്നു, വേവ് 4. പിന്നെ നല്ലൊരു കയറ്റം കയറുന്നു 140ൽ നിന്ന് 165ലേക്ക്, വേവ് 5 ആണ്. ഇതാണ് ആ ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ. ഇനി ഈ വേവ് 5ന് ശേഷമാണ് ഞാൻ പറഞ്ഞില്ല ABC എന്നുള്ള കറക്റ്റീവ് വേവ് വരുന്നത്. കറക്ഷൻ കുഡ് ഒക്കർ ത്രൂ ABC. അപ്പം ഇമ്പോർട്ടൻ്റ് റൂൾസ് ഇവിടെ മനസ്സിലാക്കേണ്ടത് 3 കോമൺലി സൈറ്റഡ് റൂൾസ് ഫോർ ആൻ അപ്വേർഡ് ഇമ്പൾസസ് ആർ. ഇപ്പം വേവ് 2 എന്ന് പറയുന്നത്, ഇപ്പം ഇത് റൂളാണ് കേട്ടോ, കനോട്ട് റീട്രേസ് ദ എൻറ്റയർ വേവ് 1. ഓക്കെ, അതിൻ്റെ റൂൾ എന്ന് പറയുന്നത് ഇപ്പം ആ വേവ് 1നെ മൊത്തത്തിൽ അങ്ങ് കുറയുന്നില്ല, അതായത് ഒരു 100% കയറിയിട്ട് ഒരു 20% താഴേക്ക് ഇറങ്ങുന്നു, ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു മൊത്തത്തിൽ അത് റീട്രേസ് ചെയ്യുന്നില്ല. വേവ് 3 ആണെന്നുണ്ടെങ്കിലോ, വേവ് 3 കനോട്ട് ബി ദ ഷോർട്ടസ്റ്റ് ഓഫ് വേവ് 1, 3 ആൻഡ് 5. അതായത് ഈ 1, 3 ആൻഡ് 5 മൂന്നെണ്ണം എടുക്കുമ്പോഴത്തേക്കും ഏറ്റവും ഷോർട്ടസ്റ്റ് ആവാൻ പാടില്ല വേവ് 3 എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? എന്നാൽ ആ ട്രെൻഡ് അങ്ങനെ പോകത്തുള്ളൂ. അപ്പോൾ വേവ് 4 ആണെന്നുണ്ടെങ്കിൽ ജനറലി ഡസ് നോട്ട് ഓവർലാപ്പ് വേവ് 1's പ്രൈസ് ടെറിട്ടറി. അതായത് വേവ് 4 എന്ന് പറയുന്നത് വേവ് 1ൻ്റെ പ്രൈസിനെ ഓവർലാപ്പ് ചെയ്യുന്നില്ല, അത്രയും താഴോട്ട് വരുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. 1ൻ്റെ അത്രയും താഴേക്ക് വരുന്നില്ല. ഇന്നെ സ്റ്റാൻഡേർഡ് ഇമ്പൾസ്, ഒരു സ്റ്റാൻഡേർഡ് ഇമ്പൾസിൽ അത്രയും താഴേക്ക് വരുന്നില്ല. അടുത്ത് നടന്നത് ഫിബൊനാക്കി കണക്ഷൻ എന്ന് പറയും. ഈ ഫിബൊനാക്കി കണക്ഷൻ എന്ന് പറയുന്നത് എലിയോട്ട് വേവ് അനലൈസിസ് ഈസ് ഓഫൺ കമ്പൈൻഡ് വിത്ത് ഈ ഫിബൊനാക്കി റേഷ്യോസ്. ഇവർ കുറച്ച് റേഷ്യോ പറയുന്നുണ്ട്, ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. ടു എസ്റ്റിമേറ്റ് ഹൗ ഫാർ എ വേവ് മേ മൂവ് ഓർ റീട്രേസ്, അത് എത്ര ഒരു വേവ് എത്രത്തോളം പോകും, അത് തിരിച്ച് എത്രത്തോളം ഇറങ്ങും എന്നുള്ളത്. ഇപ്പം കോമൺ ലെവൽസ് എന്ന് പറയുന്നത് ഇപ്പം 38.2%, ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ. 38.2% എത്തുമ്പോഴായിരിക്കും ഇതിനൊരു റീട്രേസ് വരുന്നത്, അല്ലെങ്കിൽ അതിനൊരു വ്യത്യാസം വരുന്നത്. പിന്നെ അടുത്ത 50% എത്തുമ്പോഴത്തേക്ക്, പിന്നെ ഒരു 61.8% എത്തുമ്പോഴത്തേക്ക്, ആൻഡ് 78.6% എത്തുമ്പോഴാണ് ഈ ഒരു ട്രേസിൻ്റെ വേരിയേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ജനറലായിട്ട് എല്ലാ സ്റ്റോക്കും സ്റ്റഡി ചെയ്തിട്ട് ഒരു ആവറേജ് ആയിട്ട് എടുത്തേക്കുന്ന ഒരു കണക്കാണ്. ഇനി എന്തുകൊണ്ടാണ് ഇത് യൂസ്ഫുൾ ആവുമെന്ന് നോക്കാം. ഓക്കെ, ട്രേഡേഴ്സ് യൂസ് എലിയറ്റ് വേവ് തിയറി ടു ട്രൈ ടു ഐഡന്റിഫൈ. ഇത് ട്രേഡേഴ്സ് ഈ താഴെ പറഞ്ഞ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നതിനാണ് ഈ തിയറി ഉപയോഗിക്കുന്നത്. ഒന്നാമത് കറണ്ട് മാർക്കറ്റ് ട്രെൻഡ് എങ്ങനെയാണെന്ന് അറിയുന്നതിന്, പിന്നെ പോസിബിൾ ടേണിംഗ് പോയിന്റ്സ് അറിയുന്നതിന്, ഇപ്പോൾ ഷെയർ പ്രൈസ് ഇപ്പോൾ താഴേക്ക് വരും, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നതിന്. പിന്നെ പൊട്ടൻഷ്യൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. സപ്പോർട്ട് എന്താണ്? അപ്പോൾ നമുക്കിപ്പോൾ ഒരു വിൽപ്പന നടത്തി കഴിഞ്ഞാൽ, ഒരു ഹ്യൂജ് ബൈ നടത്തി കഴിഞ്ഞാൽ നഷ്ടം സംഭവിക്കുമോ? ഓക്കെ, അതുകൊണ്ട് ആ റെസിസ്റ്റൻസ്, ആ സ്റ്റോക്ക് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുന്നതിന്, ഇതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ്സ്, എവിടെ വെച്ച് ഷെയർ വാങ്ങണം, എവിടെ വെച്ച് വിൽക്കണം അറിയുന്നതിന്. പോസിബിൾ ഫ്യൂച്ചർ പ്രൈസ് ടാർഗറ്റ്, ഞാൻ ഒരു പ്രൈസ് ടാർഗറ്റ് വയ്ക്കുകയാണ്, ഇത്രയിൽ എത്തുമ്പോൾ ഞാൻ വിൽക്കും, അത് ഞാൻ ലോങ് ടൈമിൽ ഹോൾഡ് ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ അറിയുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിമിതി, ഒരു ലിമിറ്റേഷൻ നോക്കാം. അതായത് ഈ തിയറി, ഈ അനലൈസിസ് അത് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു പ്രഡിക്ഷൻ മെത്തേഡ് അല്ല. നമുക്ക് ഇത് ഇത്ര കറക്റ്റായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നത് പറയാൻ പറ്റത്തില്ല, ഒരു പോയിന്റ് ആണ് കേട്ടോ. അടുത്തത് ഡിഫറെൻറ്റ് അനലിസ്റ്റ് ക്യാൻ ഇൻ്റർപ്രറ്റ് ദ സെയിം പ്രൈസ് ചാർട്ട് ഡിഫറെൻ്റ്ലി
ആൻഡ് അസൈൻ ഡിഫറെൻറ്റ് വേവ് കോൺസ്. അതൊരു ഭയങ്കര പ്രശ്നമാണ്. അതായത് പല അനലിസ്റ്റുകളും പല പല വേവ് ചാർട്ട് ഉണ്ടാക്കും. ചിലർക്ക് 60% ചിലർക്ക് 70% അങ്ങനെ പല പോയിന്റുകൾ വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇറ്റ് ഈസ് യൂഷ്വലി കമ്പൈൻഡ് വിത്ത് അതർ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. അത് മറ്റ് ചില ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ തിയറി അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് റിസ്ക് മാനേജ്മെന്റ് മെത്തേഡൊക്കെ അപ്ലൈ ചെയ്യണം. എന്നാലേ ഇത് വർക്ക് ആവുള്ളൂ എന്നൊരു ലിമിറ്റേഷൻ ഇതിനുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.